ഹായ്. സോ നമ്മുടെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് കൂടെ എന്തായിട്ടുണ്ട്, ഔട്ട് ആയിട്ടുണ്ട്. അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് കുട്ടികൾക്ക് സീറ്റ് കിട്ടാത്തത് കൊണ്ട് തന്നെ നമുക്കൊരു തേർഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ത് ചെയ്യാവുന്നതാണ്, അവിടെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഈ കഴിഞ്ഞ കംപ്ലീറ്റ് അലോട്ട്മെൻറ്റുകളൊക്കെ വന്ന സമയത്ത് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് ഒരുപാട് കുട്ടികൾക്ക് എന്തായിട്ടില്ല, സീറ്റ് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അല്ലേ. എങ്കിൽ ഇപ്പം നമ്മുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് കൂടി വന്ന സ്ഥിതിക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഇനിയും കുട്ടികൾക്ക് എന്താണ്, സീറ്റ് കിട്ടാൻ ബാക്കിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നത്, നമ്മുടെ തേർഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി അഥവാ ഈ ഒരു അലോട്ട്മെൻറ്റുകൾ വന്നു കഴിഞ്ഞ് ഇനിയും നമുക്ക് സീറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ ന്യൂസ് പേപ്പേഴ്സും കംപ്ലീറ്റ്ലി ഡെയിലി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളുകളിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ന്യൂസോ നോക്കുന്ന സമയത്ത് ഓരോ സ്കൂളുകളിലും എത്ര സീറ്റ് വേക്കൻസീസ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഓരോ സബ്ജക്ട്സിനും അല്ലെങ്കിൽ ഓരോ കോഴ്സിനും എത്ര സീറ്റ്സ് ആണ് നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് ന്യൂസ് പേപ്പറിൽ കാണുന്നതായിരിക്കും. അല്ലെങ്കിൽ അവർ ഈ ഒരു ഡേറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നുണ്ട്, കുട്ടികൾക്ക് വന്ന് അഡ്മിഷൻ എടുക്കാം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ന്യൂസും മറ്റും കാണുന്നതായിരിക്കും. സോ ഈ ഒരു അഡ്മിഷൻ പ്രൊസീജിയർ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്കൂൾ ഏതാണോ അല്ലെങ്കിൽ ഒരു അഡ്മിഷൻ നടക്കുന്ന സ്കൂൾ ഏതാണോ അവിടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് ബേസിലായിരിക്കും നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. സോ നിങ്ങൾ അവിടെ അവൈലബിൾ ആണ്, അവിടെ പ്രസന്റ് ആണ് എന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഈ ഒരു അഡ്മിഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. അല്ലാതെ വെറുതെ അവിടെ ഒരു അപ്ലൈ ചെയ്തിട്ടത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷനിൽ സീറ്റ് അലോക്കേറ്റ് ചെയ്യുന്നതായിരിക്കില്ല. നിങ്ങൾ ആ ഒരു സ്കൂൾ ആ ഒരു ടൈമിൽ പ്രസന്റ് ആണ്, നിങ്ങൾ ബാക്കിയുള്ള കുട്ടികളെക്കാൾ കൂടുതലാണ് മാർക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു സ്കൂളിൽ എന്ത് കിട്ടുന്നതായിരിക്കും, അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും. സോ നമ്മുടെ +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് കിട്ടുന്നതായിരിക്കും, അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും.